ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു പുളിച്ചാറ് വയ്ക്കാണ് കേട്ടോ, പുളിങ്കറി. അപ്പോൾ അതിന് വേണ്ടത് പുളി പിഴിഞ്ഞ വെള്ളം, നല്ല വളം പുളിയാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പുളിപ്പിനനുസരിച്ചിട്ട് പുളി എടുക്കാം. പിന്നെ ചെറിയ ഉള്ളി, കാന്താരി മുളക്, പിന്നെ വറമുളക്, കറിവേപ്പില കേട്ടോ. ഞാൻ ചീഞ്ചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു. എന്നിട്ട് ചെറിയ ഉള്ളി, കാന്താരി മുളക്, ഞാൻ എരിവിന് കാന്താരി മുളകാണ് എടുക്കാറ്. അപ്പോൾ കാന്താരി മുളക്, പിന്നെ വറ്റൽ മുളകില്ലേ, കപ്പല മുളക് എന്നൊക്കെ പറയില്ല, അത്, പിന്നെ കറിവേപ്പില കേട്ടോ. അതെല്ലാം എണ്ണയിലിട്ടു നല്ലപോലെ ഒന്ന് മൊരിയട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പുളിങ്കറി. പുളിച്ചാറെന്ന പാലക്കാടൻ ഭാഷയിൽ പറയുക. ഇത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കറിയില്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു കറിയാക്കി ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിന് എന്തുപ്പേരി വേണമെങ്കിലും അതിന് മാച്ചാകും കേട്ടോ. 2 പപ്പടം കച്ചിയാലും മതി. പിന്നെ ഉണക്കമുളക് ഉണക്കമീൻ വറുത്തത്, പിന്നെ മുരിങ്ങ വറുത്തത്, അങ്ങനെയെല്ലാം സെറ്റാകും അതിന്. ഉള്ളി നന്നായി മൂത്ത് വന്നു. ഞാൻ അതിലേക്ക് പുളി ഒഴിച്ചു. അപ്പോൾ പുളി നന്നായി തിളയ്ക്കട്ടെ. ഏകദേശം നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ ചാറൊന്ന് നന്നായി തിളയ്ക്കട്ടെ. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ ചോറിന് ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ പുളിച്ചാറ് റെഡിയാണ്. പുളിച്ചാറും ഉണക്കമീൻ വറുത്തതും നല്ല മാച്ചാണ് കേട്ടോ. എല്ലാത്തിനും സെറ്റാണ്. എല്ലാവരും എൻ്റെ പുളിച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.